അതുപോലെ ടേസ്റ്റി കറിയിലേക്ക് സ്വാഗതവും. ഇന്നൊരു അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ നോക്കാം നമുക്ക്. ഒരു ക്യൂബ് ശർക്കര എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പാനിലേക്ക് വിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് മെൽറ്റായിട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം മെൽറ്റായി വരുമ്പോൾ അത് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തെ കരടെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരണം. എന്നിട്ട് കുറച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് ശർക്കര കുറച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള തേങ്ങയുടെ വെള്ളം കൂടെ ഇറങ്ങും. അപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആയി ശർക്കര നന്നായിട്ട് തേങ്ങയിൽ കോട്ട് ചെയ്ത് വരണം. പിന്നെ ആ കൂട്ടത്തിൽ ഒരു ഏലക്ക പൊടിച്ചോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈ ആക്കി അതെടുക്കുന്നുണ്ട്. വേറൊരു പാനിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്ക് ജസ്റ്റ് ആ അരിപ്പൊടി അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ അതെടുത്ത് കുഴച്ചെടുത്ത് വരുമ്പോൾ അതൊന്ന് ലൂസായിട്ട് അടിക്കിയിരിക്കുന്നത് അത് കുഴപ്പമില്ല. ഒന്നും പറഞ്ഞ് ഒത്തിരി വെള്ളം കൂടി പോകരുത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് കുഴഞ്ഞ് വരണം. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുപ്പത്ത് ഗ്യാസ് ഓണാക്കിയിട്ട് അതിൻ്റെ വെള്ളം പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ഒരു ഡോ പോലെ വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ആ ഡോയ്ക്ക്. ഞാൻ ഈ രീതിയിലാണ് കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്നത്. ഈ രീതിയിലായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് എടുക്കുക. അതിനെക്കാട്ടി ഞാൻ ഈ രീതിയിലാണ് മിക്കവാറും ചെയ്യുന്നത്. അങ്ങനെ അതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഡോ പോലെ വരുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ആ ചൂടൊന്ന് ആറാനായിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇലയിലോട്ട് എടുത്ത് പരത്തുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് വേണേൽ പരത്താം, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചാണെങ്കിലും പരത്താവുന്നതാണ്. നല്ല ഈസി ആയിട്ട് തന്നെ പരത്താവുന്നതാണ്. എന്നിട്ട് അത് പാനിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പാനിൽ എടുത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും അങ്ങനെ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സൈഡും വെന്തെടുക്കുന്നുണ്ട്. അട ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്.